ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഭീകരതയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നതായിരുന്നു ഈദ്ഗാഹുകളിൽ ഉയർന്ന പ്രധാന സന്ദേശം. ഏവർക്കും ബക്രീദ് ദിന ആശംസകൾ നേരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ തിരക്ക്. ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് സാമൂതിരി രാജവംശത്തോട് നാം കടപ്പെട്ടിരിക്കുന്നതായി എ പ്രദീപ് കുമാർ MLA. മലയാള സിനിമ നാടകലോകത്തിന് അവിസ്മരണീയ കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച അനശ്വര നടൻ തിലകന്റെ 3ാം ചരമവാർഷികം കോഴിക്കോട്ട്. വിശദമായ വാർത്തകളിലേക്ക്. മഴ മാറി നിന്ന് അന്തരീക്ഷമൊരുക്കി. വർഷങ്ങൾക്ക് ശേഷം സംയുക്ത ഈദ്ഗാഹിന് കോഴിക്കോട് കടപ്പുറം വേദിയായി. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ത്യാഗസ്മരണകൾ പുതുക്കിയ വിശ്വാസികൾ അതിരാവിലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് ഒഴുകിയെത്തി. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് മൗലവി നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകളുമായി മുസ്ലിം സഹോദരങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. മഴ മാറിയ അന്തരീക്ഷത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് സംയുക്ത കമ്മിറ്റി നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടന്നു. രാവിലെ 7:30 തന്നെ വിശ്വാസികൾ ഈദ്ഗാഹിലേക്ക് ഒഴുകിയെത്തി. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് പ്രത്യേക ഇടമൊരുക്കി. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് മൗലവി ബീച്ച് ഓപ്പൺ സ്റ്റേജ് പരിസരത്തെ സംയുക്ത ഈദ്ഗാഹിന് നേതൃത്വം നൽകി. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിക ലക്ഷ്യമല്ലെന്നും ISന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണെന്നും അദ്ദേഹം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. ജില്ലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹ് നടന്നു. കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ്, ഒളവണ്ണ സലഫി മസ്ജിദ്, വെള്ളിമാടുകുന്ന് സലഫി മസ്ജിദ്, കക്കോടി ജുമാ മസ്ജിദ്, കരിക്കാംകുളം ബസാർ, മാങ്കാവ് മൈതാനം, പാലത്ത് ജുമാത്ത് പള്ളി, ബേപ്പൂർ റഹ്മാനിയ മദ്രസ ഗ്രൌണ്ട്, മാത്തോട്ടം സലഫി മസ്ജിദ്, മാറാട് സലഫി മസ്ജിദ്, നല്ലളം സ്കൂൾ ഗ്രൌണ്ട്, കുണ്ടായിത്തോട് സലഫി പള്ളിക്ക് സമീപം ചെറുവണ്ണൂർ സിറ്റി മസ്ജിദ്, പെരുമണ്ണ സലഫി മസ്ജിദ് പരിസരം, JDT വെള്ളിമടുകുന്ന്, കണ്ണാടിക്കൽ സലഫി മസ്ജിദ്, ചെറുപറ്റ സലഫി മസ്ജിദ്, മാത്ര സലഫി മസ്ജിദ്, ഒളവണ്ണ മദീനത്തൂർ CM മസ്ജിദ്, കോവൂർ ജുമാ മസ്ജിദ്, പട്ടുതെരുവ് മസ്ജിദ്, എലത്തൂർ മസ്ജിദുൽ ഫാറൂഖ്, മാവൂരോട് മർക്കസ് മസ്ജിദ്, സ്റ്റേഡിയം ജുമാ മസ്ജിദ്, ഉമ്മളത്തൂർ മസ്ജിദ്, മാത്തോട്ടം സുന്നി ജുമാ മസ്ജിദ്, നാലകം സുന്നി മസ്ജിദ്, കിണാശ്ശേരി സുന്നി മസ്ജിദ്, എരഞ്ഞിപ്പാലം ജുമാഅത്ത് പള്ളി, വട്ടക്കണർ മിഞ്ചിത ജുമാഅത്ത് പള്ളി, ഫ്രാൻസിസ് റോഡ്, കുഞ്ഞായിലും പള്ളി തുടങ്ങിയിടങ്ങളിലും ഈദ് നമസ്കാരങ്ങൾ സംഘടിപ്പിച്ചു. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പുതുക്കിയാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ദൈവിക പരീക്ഷണങ്ങളിൽ വിജയം കൈവരിച്ചതിന്റെ ആഘോഷം കൂടിയായിരുന്നു ഈ സുദിനം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകളുമായി ബലിപെരുന്നാൾ വന്നണഞ്ഞു. ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വിശ്വാസത്തിന്റെ വഴിയിൽ തന്റെ എന്തും സമർപ്പിക്കാൻ തയ്യാറായ വിശ്വാസിയുടെ ചിത്രമാണ് ഇബ്രാഹിം നബി ലോകത്തിനു മുൻപിൽ ഓരോ ബലിപെരുന്നാൾ സന്ദർഭത്തിലും ഓർമ്മപ്പെടുത്തുന്നത്. അജ്ഞതയിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ടുകിടന്നിരുന്ന ഒരു ജനസമൂഹത്തിനു മുൻപിൽ സത്യത്തിന്റെ വഴിയെന്ന വെളിച്ചവുമായി കടന്നുവന്ന ഇബ്രാഹിം നബിയുടെ ജീവിത മാതൃക മാനവ സമൂഹത്തിന് ഇന്നും മഹത്തായ പാഠമാണ് നൽകുന്നത്. പരീക്ഷണങ്ങളിലൂടെ മാറ്റുരച്ച ഇബ്രാഹിം നബിയുടെ ജീവിതം പുതുകാലത്തും ലോകത്തിനും മാർഗദർശനമായി തീരുന്നുവെന്നുള്ളതാണ് ബലിപെരുന്നാൾ സുദിനത്തിലെ സന്ദേശത്തിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ പ്രസക്തി. വെറുമൊരു ആഘോഷം എന്നതിലുപരി ചിന്താപരമായ അനേകം മാനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നുള്ളതുകൂടിയാണ് ഈ ദുൽ അസ്ഹ എന്ന ബലിപെരുന്നാളിന്. ഹജ്ജിനോടനുബന്ധിച്ചുള്ള ആഘോഷമായതിനാൽ ഹജ്ജ് പെരുന്നാൾ എന്നും ബലിപെരുന്നാളിനെ വിശേഷിപ്പിക്കാറുണ്ട്. പെരുന്നാൾ ദിനത്തിൽ ലോക മുസ്ലിങ്ങൾ ഒരേ സമയത്ത് പ്രാർത്ഥനകളിൽ മുഴുകി. അവരുടെ ഹൃദയങ്ങൾ ഒരേ സമയം ദൈവത്തോട് അടുത്തു. അല്ലാഹുവിന്റെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെയാണ് ബലിപെരുന്നാൾ സുദിനത്തിലൂടെ അല്ലാഹു ആഗ്രഹിക്കുന്നതെന്ന് SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി. ലോകസമാധാനമാണ് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നതെന്നും തന്റെ ബക്രീദ് ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വളരെ സ്നേഹോഷ്മളമായ കാഴ്ചപ്പാടിലൂടെ കാണുവാനും അവരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും
പരിഹാരത്തിനു വേണ്ടി ഓടി നടക്കുകയും ചെയ്യുക എന്നതാണ് ബലിപെരുന്നാളിന്റെ മുഖ്യമായ സന്ദേശം. അതോടൊപ്പം സൃഷ്ടാവായ രക്ഷിതാവിനെ കൃത്യമായി മനസ്സിലാക്കി അവനെ മാത്രം ആരാധിച്ച് അവനു വേണ്ടി സംസാരിക്കുന്ന, അവനു വേണ്ടി ചിന്തിക്കുന്ന, അവനുവേണ്ടി അവന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കുമൊത്ത് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് ഒരു സത്യവിശ്വാസി ഈ ബലിപെരുന്നാളിലൂടെ ചെയ്യേണ്ടത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കേൾക്കാം, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പറയാം, അള്ളാഹു ഇരിക്കാൻ പറഞ്ഞെടുത്ത് ഇരിക്കാം, അള്ളാഹു നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കാം. അങ്ങനെ അനുസരണശീലനായിക്കൊണ്ടുള്ള ഒരു സത്യവിശ്വാസിയെയാണ് ബലിപെരുന്നാൾ സുദിനത്തിലൂടെ അള്ളാഹു ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഈ ബലിപെരുന്നാളിലെ മുഴുവൻ മനുഷ്യർക്കും, അത് ആഘോഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള അനുഗ്രഹം രക്ഷിതാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബക്രീദ് ആഘോഷം കെങ്കേമമാക്കാൻ നഗരത്തിലെത്തിയവരെ കൊണ്ട് നിറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. വലിയ പെരുന്നാൾ തലേന്ന് വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. വസ്ത്രവിപണന കേന്ദ്രങ്ങളിലായിരുന്നു തിരക്കധികം. ഗതാഗത തടസ്സവും ഉണ്ടായി. ബലിപെരുന്നാളിന്റെ തലേദിവസം കോഴിക്കോട് നഗരം തിരക്കിൽ മുങ്ങി. പ്രധാന മാളുകളിലും മിഠായിത്തെരുവ്, മാവൂർ റോഡ്, പാളയം എന്നിവിടങ്ങളിലെ വസ്ത്രവിൽപ്പനശാലകളിൽ വൻ തിരക്കായിരുന്നു. ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനും വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങുവാൻ നഗരത്തിൽ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. നഗരത്തിൽ മാത്രമല്ല, ജില്ലയിലെ ചെറുതും വലുതുമായ പട്ടണങ്ങളിലും തിരക്കായിരുന്നു. പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായതിനാൽ തുണിക്കടകളിലാണ് വൻ തിരക്ക് അനുഭവപ്പെട്ടത്. റെഡിമെയ്ഡ് കടകൾക്കാണ് കൂടുതൽ കോള് കിട്ടിയത്. ചെരുപ്പ് കടകളിലും വൻ തിരക്കായിരുന്നു. നഗരത്തിൽ മിഠായിത്തെരുവ്, പാളയം, മാവൂർ റോഡ്, വലിയങ്ങാടി ഭാഗങ്ങളിൽ സൂചി കുത്താനില്ലാത്ത തിരക്കായിരുന്നു. ആളുകളും വാഹനങ്ങളും കൂടിയതോടെ നഗരത്തിൽ എല്ലാ ഭാഗത്തും ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. രാവേറും വരെ നഗരത്തിലും കടകളിലും നല്ല തിരക്കായിരുന്നു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് സാമൂതിരി രാജവംശത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതായി എ. പ്രദീപ് കുമാർ MLA. കാളാണ്ടി താഴം ദർശനം വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ബോധവൽക്കരണ മണ്ണ് സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി മണ്ണും ജീവനും എന്ന വിഷയത്തിൽ വിവിധ ബോധവൽക്കരണ പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് ദർശനം സാംസ്കാരിക വേദി രൂപം നൽകിയിട്ടുണ്ട്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വിളംബര സൈക്കിൾ റാലി, ജൈവവേലി നിർമ്മാണം, പരിസ്ഥിതി ക്വിസ്, കനാൽ നവീകരണം, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, മുഖ്യ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ തുടങ്ങിയവയാണ് സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പരിസ്ഥിതി ബോധവൽക്കരണ മണ്ണ് സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചത്. ദർശനം ഹാളിൽ നടന്ന സെമിനാർ എ. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരും ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ മരണപ്പെട്ടിരുന്ന മണ്ണടിയിലാണ്. ആ എല്ലാ മരണത്തെ ഉൾക്കൊള്ളുന്ന മണ്ണിന് മരണമോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. വരൾച്ചയും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ കുന്നമംഗലം CWRDM ജിയോമാറ്റിക് ഡിവിഷൻ ഹെഡ് ഡോക്ടർ ദിനേശൻ VP മുഖ്യപ്രഭാഷണം നടത്തി. മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യവും മാർഗങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന മണ്ണ് സംരക്ഷണ വകുപ്പ്
ഡയറക്ടർ പി ബാബുദാസ് പ്രഭാഷണം നടത്തി. സംസ്ഥാന അധ്യാപക പുരസ്കാര ജേതാവും പരിസ്ഥിതി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ KP ആഷിഖിനെ A. പ്രദീപ് കുമാർ MLA-യും കോഴിക്കോട് കോർപ്പറേഷൻ 16-ാം വാർഡ് കൌൺസിലർ MP ഹമീദും ഉപഹാരം സമർപ്പിച്ചു. പ്രമുഖ ജൈവ കർഷകൻ ബെന്നി അലക്സാണ്ടർ, കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാളാണ്ടിത്താഴം യൂണിറ്റ് പ്രസിഡന്റ് KT ഫിലിപ്പ്, കുടുംബശ്രീ മൂഴിക്കൽ ADS ചെയർപേഴ്സൺ ബബിനി സന്തോഷ്, MK സജീവ് കുമാർ, KK സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. മലയാള സിനിമ നാടക ലോകത്തിന് അവിസ്മരണീയ കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞ അനശ്വര നടൻ തിലകന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കിഡ്സൺ കോർണറിൽ പുഷ്പാർച്ചനയും ഭക്ഷണ വിതരണവും നടന്നു. തിലകൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ കിഡ്സൺ കോർണർ പരിസരത്ത് പുഷ്പാർച്ചനയും തെരുവിന്റെ മക്കൾക്ക് ഭക്ഷണ വിതരണവും നടന്നു. പുഷ്പാർച്ചനയും ഭക്ഷണ വിതരണവും നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ധാരാളം ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു, അങ്ങനെ പലരും മൺമറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അവരെക്കുറിച്ചൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ കലാകാരന്മാർ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവരെന്നും ആളുകൾ സ്മരിച്ചുകൊണ്ടേയിരിക്കും. സമിതി സംസ്ഥാന പ്രസിഡന്റ് ജഗന്മയം ചന്ദ്രപുരി അധ്യക്ഷനായിരുന്നു. ഫിലിം സിറ്റി ചീഫ് എഡിറ്റർ PV നവീന്ദ്രൻ, CV ദേവ്, ഗിരീഷ് ആംബ്ര, റോഷൻ ബാബു എരഞ്ഞിക്കൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ അഭിനയ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ കുട്ടിയെടുത്തി വിലാസിനിയെ VD സതീശൻ MLA ആദരിച്ചു. അനുസ്മരണ സമ്മേളനം രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സമ്പത്തുള്ളവന്റെ ആശയഗതിക്ക് മുൻതൂക്കം നൽകുന്നതാണ് ലോകത്ത് കാണുന്നതെന്നും സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാം വിധം എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് പ്രധാനമെന്നും ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ISM നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ISM മെഡിക്കൽ എയ്ഡ് സെന്റർ, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തിയത്. കഴിഞ്ഞ 21 വർഷമായി സംഘടന കാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തിവരികയാണ്. പെരുന്നാൾ ഭക്ഷണ വിതരണോദ്ഘാടനം ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. സമ്പത്തുള്ളവന്റെ ആശയഗതിക്ക് മുൻതൂക്കം നൽകുന്നതാണ് ലോകത്ത് നാം കാണുന്നതെന്നും സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകും വിധം എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. കയ്യിലുള്ള വിഭവങ്ങൾ, അത് സമ്പത്ത് ഉൾപ്പെടെ ആർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ജീവിക്കുന്ന കാലത്ത് നാം കാണുന്നത് മേധാവിത്വം വഹിക്കുന്നത് എപ്പോഴും സമ്പത്ത് കൈയടക്കി വെച്ചിട്ടുള്ളവരുടെ ആശയഗതികൾക്കാണ്. അതിനെ പ്രതിരോധിക്കാനും ഇങ്ങനെയല്ല നടക്കേണ്ടത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിനും സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളെയും വളരെ ബഹുമാനപൂർവ്വം ആദരിക്കാൻ. ചടങ്ങിൽ ISM ജില്ലാ ട്രഷറർ മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. നിസാർ EV, ആദിൽ ഇബ്രാഹിം, ജനറൽ സെക്രട്ടറി ഷെഫീഖ് അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. താമരപ്പൂ കർഷകരോടുള്ള കേരള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഭീമൻ താമരക്കളമൊരുക്കി. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയായ RE-ECOയുടെ നേതൃത്വത്തിലാണ് ഭീമൻ താമരക്കളം കർഷകർ നിർമ്മിച്ചത്. പരിസ്ഥിതി സംഘടനയായ RE-ECOയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 6 നടത്തുന്ന താമരമേളയുടെ വിളംബരമായി ഇടക്കുളം കുന്നുംപുറത്ത് നിർമ്മിച്ച ഭീമൻ താമരപ്പൂക്കളം കൌതുകമായി. 5000 താമരപ്പൂക്കൾ ഉപയോഗിച്ച് കളം നിറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച സംഘടകരെ അത്ഭുതപ്പെടുത്തി 20ഓളം കർഷകർ 12300 ചെന്താമരകളുമായാണ് അവിടെ എത്തിയത്. 12000 അടി ചുറ്റളവിലുള്ള താമരക്കളം ഇലകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ദേശീയ പുഷ്പമായ താമരയെ കാർഷിക വിളകളിൽ ഉൾപ്പെടുത്താത്തതിനാൽ കർഷകർ നേരിടുന്ന ദുരന്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെന്നതും പൂക്കള നിർമ്മാണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. 1 ലക്ഷത്തിലധികം രൂപയുടെ പൂക്കളാണ് വലിയ പറപ്പൂർ, വാവൂർപാടം, പല്ലാറ്റുകായൽ തുടങ്ങിയിടങ്ങളിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ടോടെ കർഷകർ ശേഖരിച്ചത്. മുതിർന്ന കർഷകനായ KB മൊയ്തു ഹാജിയും കാരക്കാടൻ മുഹമ്മദും ചേർന്ന് തുടങ്ങിയ താമരക്കള നിർമ്മാണം 4 മണിക്കൂർ കൊണ്ട് പൂർത്തിയായി. താമരമേളയുടെ വിളംബരം മലപ്പുറം അബനീസ കളരിയുടെ ചെയർമാൻ കാടമ്പുഴ ചെമ്മൂക്കൻ മൂസഗുരുക്കൾ പ്രഖ്യാപിച്ചു. താമര കർഷകരായ കണിയാവീട്ടിൽ സലാം, വെള്ളാടത്ത് കുട്ടു, CK സുബ്രഹ്മണ്യൻ, കുറ്റിപ്പറമ്പിൽ സൈദലവി, കാരക്കാടൻ അബ്ദു, CP അബ്ദൂട്ടി, KP യഹിയ, CP സൈനുദ്ദീൻ, K ഹുസൈൻ, ചന്ദ്രൻ കിഴക്കേതിൽപ്പടി, KP അഷ്റഫ്, K അസ്ലം, ചക്കലപ്പറമ്പിൽ മുസ്തഫ, CP ഹുസൈൻ,
CP അബൂട്ടി എന്നിവരാണ് പൂക്കൾ ശേഖരിച്ചത്. റിയക്കോ പ്രവർത്തകരായ P ഫസ്ലു, അബ്ദുൾ വാഹിദ് പല്ലാർ, റഫീഖ് വട്ടേക്കാട്ട്, TP വാസു, അഷ്റഫ് പാലാട്ടെ, CV സുലൈമാൻ, VP ഷിഹാബ്, ഹനീബ കരിമ്പനയ്ക്കൽ, M ഹക്കീം, EP സലീം, C ഖിളിർ, ചെറുപുരത്തൂർ മുഹമ്മദ് സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. CSI മഹാ ഇടവക ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഇലക്ഷനെതിരെ CSI മലബാർ മഹാ ഇടവക സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്ത്. ആദ്യ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്ന CSI ഉത്തരമേഖല ആസ്ഥാനത്ത് സംഘർഷമുണ്ടായി. പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. CSI മലബാർ മഹാ ഇടവക സഭാ തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമാണെന്നാരോപിച്ചാണ് മലബാർ ഡയസിസ് മൂവ്മെന്റും CSI മലബാർ മഹാ ഇടവക സംരക്ഷണ സമിതിയും രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പ് നടന്ന മഹാ ഇടവകയുടെ മുഖ്യ കാര്യാലയത്തിന് മുൻപിൽ അതിരാവിലെ തന്നെ പ്രതിഷേധവുമായി ഇരുവിഭാഗവും എത്തിയിരുന്നു. CSI സഭാ പ്രസ്ഥാനത്തിലെ ഏറ്റവും പഴക്കഞ്ഞെന്ന മഹാ ഇടവകയായിരുന്നു ഉത്തര കേരള മഹാ ഇടവക. ഇതിനെ 6 മാസം മുൻപാണ് വിഭജിച്ചത്. മലബാർ മഹാ ഇടവകയെന്നും കൊച്ചിൻ മഹാ ഇടവകയെന്നും രണ്ടായി തരംതിരിക്കുകയും ചെയ്തു. മലബാർ ഇടവകയിലെ ആദ്യ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് വ്യാഴാഴ്ച നടന്നത്. എന്നാൽ മഹാ ഇടവകയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് തികച്ചും ഏകപക്ഷീയമായ രീതിയിൽ നിലവിലെ ഭരണസമിതി തികഞ്ഞ ഏകാധിപത്യ പ്രവണതയോടെ ഇലക്ഷൻ നടത്തുന്നതെന്ന് CSI മലബാർ മഹാ ഇടവക സംരക്ഷണ സമിതി ആരോപിച്ചു. 5 കോടിയോളം രൂപയുടെ കൃത്യമായ കണക്കുകളും നിലവിലെ ഭരണ നേതൃത്വത്തിന് സഭാ കൌൺസിലർമാരുടെ മുൻപിൽ ഇതുവരെ വയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. നിരവധി പരാതികളും സമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സംഘടന നടത്തിയെങ്കിലും അതൊന്നും ഭരണ നേതൃത്വം ചെവിക്കൊണ്ടില്ല. അന്യായമായ ക്രമവിരുദ്ധമായ നടപടികളിലൂടെ മഹാ ഇടവക ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ നടത്തുന്ന ഇലക്ഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മഹാ ഇടവകയുടെ സാമ്പത്തിക ബാധ്യതയും നിലനിൽപ്പും കണക്കുകളും എത്രയും പെട്ടെന്ന് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കൌൺസിൽ നടക്കുന്ന സെപ്റ്റംബർ 24-ന് വ്യാഴാഴ്ച CSI പള്ളിക്ക് മുൻപിൽ സംരക്ഷണ സമിതി പ്രതിനിധികൾ കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധ സമരം നടത്തിയത്. ജനറൽ സെക്രട്ടറി സുഭാഷ് ആബേൽക്കെ, പ്രസിഡന്റ് D ജയചന്ദ്ര ഹെർമൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വാതിലില്ലാത്ത സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനികൾ തെറിച്ചു വീണ സംഭവത്തിൽ പ്രതിഷേധിച്ച് ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ റോഡ് ഉപരോധിച്ചു. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. സ്വകാര്യ ബസ്സിന് വാതിൽ വേണമെന്നാവശ്യപ്പെട്ട് ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളാണ് റോഡ് ഉപരോധിച്ചത്. ഇതേ സ്കൂളിലെ 2 കുട്ടികൾ ചൊവ്വാഴ്ച വൈകിട്ട് മാങ്കാവ് റൂട്ടിലോടുന്ന ഷീബ ബസ് കുഴിയിൽ ചാടിയപ്പോൾ വിദ്യാർത്ഥികൾ പുറത്തേക്ക് തെറിച്ചു വീണ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥിനികൾ റോഡിലിറങ്ങിയത്. രാവിലെ പ്രകടനവുമായി എത്തി ചാലപ്പുറം ESIക്ക് സമീപം റോഡ് ഉപരോധിക്കുകയായിരുന്നു. പ്രകടനം തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥിനികൾ റോഡിലിരുന്ന് സമരം തുടങ്ങി. ഇതേ തുടർന്ന് മാങ്കാവ് റൂട്ടിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കളക്ടർ പ്രശ്നത്തിൽ ഇടപെടണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. കസബ CI സുനിൽകുമാറുമായി നടന്ന ചർച്ചയ്ക്കൊടുവിൽ കുട്ടികൾ ഉപരോധ സമരം അവസാനിപ്പിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും കുട്ടികളുടെ സമരത്തിന് പിന്തുണയുമായി എത്തി. PTA പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷം വഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി ആസിയ അസ്ന, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ, ചാലപ്പുറം രക്ഷാസമിതി ഭാരവാഹികളായ സജീവ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മാത്ര കൊണ്ടുംപുറത്ത് മെത്തിൽ മുഹമ്മദിന്റെ മകൾ ഷമീല, ഇരിങ്ങലൂർ കള്ളിവളപ്പിൽ മുജീർ റഹ്മാന്റെ മകൾ നിഹാല പർവീൻ എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്ന് വീണ് പരിക്കേറ്റത്. ബസ്സിനെതിരെ കേസെടുത്തതായി ട്രാഫിക് പോലീസ് അറിയിച്ചു.
കല്യാണ ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ ഓർഡർ സ്വീകരിച്ച് വിളയിച്ച് നൽകി വരുമാനം കണ്ടെത്തുകയാണ് അമ്പലപ്പടി സ്വദേശി AP മധുസൂദനൻ. വിഷരഹിതമായ രീതിയിൽ സമ്പൂർണമായും ജൈവ രീതിയിലാണ് മധുസൂദനൻ പച്ചക്കറി കൃഷി ചെയ്ത് കല്യാണ ആവശ്യങ്ങൾക്ക് മൊത്തമായി നൽകുന്നത്. വണ്ടൂർ അമ്പലപ്പടി കരുമാനപ്പടമന വകയിലുള്ള 10 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനെടുത്ത് JCB ഉപയോഗിച്ച് 1 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് തുള്ളിശ്ശേരി സ്വദേശി AP മധുസൂദനൻ കൃഷിക്കിറങ്ങിയത്. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ ജൂൺ 15-നാണ് മധുസൂദനൻ വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തത്. ഹെക്ടറിന് 2500 രൂപ നിരക്കിലാണ് കൃഷിഭവനിൽ നിന്ന് സബ്സിഡിയായി ലഭിച്ചത്. കൃഷിക്ക് അനുകൂലമായ വിളവ് ലഭിച്ചെങ്കിലും വിപണി കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം റോഡരികിൽ കൂട്ടിയിട്ടായിരുന്നു വിളകൾ വിൽപ്പന നടത്തിയത്. വിഷരഹിതമായ പച്ചക്കറി ആയതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെയായിരുന്നു. ഇതിനിടയിലാണ് പ്രദേശത്തെ ഒരു വിവാഹ പാർട്ടി പച്ചക്കറി അന്വേഷിച്ചെത്തുന്നത്. ഓർഡർ സ്വീകരിച്ച മധുസൂദനൻ വിവാഹ പാർട്ടിക്ക് ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചു നൽകി. ഇവയ്ക്കുള്ള പച്ചക്കറി വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സിത്താര നിർവഹിച്ചു. ആദ്യ ഓർഡറിൽ 150 കിലോ പച്ചക്കറികളാണ് വിറ്റുപോയത്. ഇതോടെ കൂടുതൽ ഓർഡറുകൾ സ്വീകരിക്കാനൊരുങ്ങുകയാണ് മധുസൂദനൻ. പൂർണ്ണമായും ജൈവ കൃഷി ആവശ്യമുള്ളവർ 2 മാസം മുൻപ് ഓർഡർ നൽകണമെന്നാണ് മധുസൂദനൻ പറയുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽപ്പന നടത്തുന്നതിനാൽ തന്നെ കർഷകന് ലാഭകരവും വാങ്ങുന്നവർക്ക് വിലക്കുറവിന്റെ ആദായവും ലഭിക്കും. നിലവിൽ ശർക്കര, മദ്യമിശ്രിതം, സുഡോമോണക്സ്, സെറമോൺട്രാപ്പ് തുടങ്ങിയവയാണ് കീടനാശിനികളായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി വിപണി കണ്ടെത്താനായതിന്റെ സന്തോഷത്തിൽ കഴിയുകയാണ് മധുസൂദനൻ. കോട്ടൂളി പ്രദേശത്തെ ജനങ്ങൾക്ക് തീരാ ദുരിതമായ കോട്ടൂളിയിലെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം 2ാം ഘട്ടത്തിലേക്ക്. കോട്ടൂളി വിദേശമദ്യ വിൽപ്പന കേന്ദ്ര വിരുദ്ധ സമിതി നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. കോട്ടൂളി കുതിരോട്ടം ക്രോസ് റോഡിൽ ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുത്തുന്ന നീണ്ട ക്യൂവും ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണം ജനങ്ങൾ വഴിമാറി പോവുകയാണ്. അടുത്തുള്ള പറമ്പുകളിലും കാടുപിടിച്ച സ്ഥലങ്ങളിലും വെച്ചുള്ള മദ്യപാനവും മദ്യപാന്മാരുടെ പേക്കൂത്തുകളും മദ്യം വാങ്ങി നൽകുന്ന ഏജന്റുമാരുടെ ഗുണ്ടാവിളയാട്ടവും കാരണം അടുത്തുള്ള വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഭയചകിതരായി കഴിയുകയാണ്. ഋഷിപുരം ക്ഷേത്രം, ഗോവിന്ദപുരം, മൈലാമ്പാടി, എരവത്തുകുന്ന്, കുതിരവട്ടം, പറയഞ്ചേരി എന്നീ സ്ഥലങ്ങളിലുള്ളവർക്ക് നഗരത്തിലെത്താനുള്ള പ്രധാന കവാടം കൂടിയാണ് കോട്ടൂളി റോഡ്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ വഴി നടക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടാണ്. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും ചേർന്ന് രൂപീകരിച്ച മദ്യവിൽപ്പന കേന്ദ്ര വിരുദ്ധ സമരസമിതി ഇതിനകം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനവും ഭീമഹർജിയും സമർപ്പിച്ചു കഴിഞ്ഞു. നിരവധി പ്രതിഷേധ യോഗങ്ങളും ധർണകളും നടത്തിയിട്ടും ഈ വിൽപ്പന കേന്ദ്രം നിർത്തലാക്കാനുള്ള യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോട്ടൂളി വിദേശ മദ്യ വിൽപ്പന കേന്ദ്ര വിരുദ്ധ സമരസമിതി അനിശ്ചിതകാലത്തേക്ക് സമരത്തിന് തയ്യാറെടുത്തത്. 22-ന് ആരംഭിച്ച് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ ദിവസേന നടത്തുന്ന സായാഹ്ന ധർണയ്ക്ക് ശേഷം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് KC അബു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. എങ്കിലും അവരോടുകൂടി തീർച്ചയായും ഞാൻ ഈ എക്സൈസ് കമ്മീഷണറോട് അതുപോലെ ഡെപ്യൂട്ടി കമ്മീഷണറോട് തീർച്ചയായും ഞാൻ ബന്ധപ്പെടും, ഞാൻ സംസാരിക്കും. ഈ പൂട്ടേണ്ട ബവറേജ് ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റിൽ നിർബന്ധമായും കോട്ടൂളിയെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് അയക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നതാണ്. K. സുരേഷ് അധ്യക്ഷം വഹിച്ചു. ചേമ്പിൽ വിവേകാനന്ദൻ, ശ്രീകുമാർ K. പ്രകാശൻ, ആശ ജയപ്രകാശ്, ഷൈനിജ, PMV പണിക്കർ എന്നിവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എടുത്ത ഇളയന്റെ നിലം ഹ്രസ്വ സിനിമയുടെ പേരിലാണ് താൻ ഭീകരവാദിയായി ചിത്രീകരിക്കപ്പെട്ടതെന്ന് തമിഴർ ദേശീയ മുന്നണി വൈസ് പ്രസിഡന്റ് അൻവർ ബാലശിംഗം. തമിഴ് വികാരം ജ്വലിപ്പിക്കും വിധം ആ ചിത്രം സംവിധാനം ചെയ്ത താൻ കേരള ജനതയോട് മാപ്പ് ചോദിക്കുകയാണെന്നും അൻവർ ബാലശിംഗം കോഴിക്കോട് മുഖാമുഖത്തിൽ പറഞ്ഞു. താൻ തീവ്രവാദിയല്ലെന്നും തീവ്രവാദം തന്റെ വഴിയല്ലെന്നും തമിഴർ ദേശീയ മുന്നണി വൈസ് പ്രസിഡന്റ് അൻവർ ബാലശിംഗം. മൂന്നാറിലെ സമരത്തിൽ താനുമുണ്ടായിരുന്നു. താനാണ് മൂന്നാറിലെ സമരം അടയാളപ്പെടുത്തിയത്. സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ തീവ്രവാദിയായി മുദ്രകുത്തി സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമമുണ്ടാകും. അതിനാലാണ് ഉള്ളിൽ നിന്ന് സമരം നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ ബാലശിംഗം സംവിധാനം ചെയ്ത ഇളന്ത നിലമെന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനത്തോടൊപ്പം കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ അളി സംഘടിപ്പിച്ച ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം നടത്താൻ ആരും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടില്ല. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ദുരിതം സഹിക്കാതെയാണ് സമരത്തിന് മുതിർന്നത്. എന്നാൽ ട്രേഡ് യൂണിയനുകൾ തങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയായിരുന്നു. മലയാളിയായാലും തമിഴരായാലും തോട്ടം തൊഴിലാളികളുടെ ജീവിതം നരകമാണ്. അതിൽ നിന്നുണ്ടായ കോപത്തിൽ നിന്നാണ് താൻ ആദ്യം കമ്പനിക്ക് മുൻപിലുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയതെന്നും അൻവർ ബാലശിംഗം പറഞ്ഞു. 3 വർഷം മുൻപ് കേരളത്തോടുണ്ടായ ദേഷ്യത്തിൽ നിന്നാണ് ഇളന്ത നിലം എന്ന ചിത്രമെടുത്തതെന്നും ഇപ്പോൾ കേരളത്തോട് ദേഷ്യമില്ലെന്നും
ഇത്തരമൊരു ഡോക്യുമെന്ററി എടുത്തതിൽ ഖേദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിനൊടുവിൽ തൊഴിലാളികളുടെ ദയനീയാവസ്ഥയും ബാലശിംഗം വിശദീകരിച്ചു. മുഖാമുഖത്തിൽ വിജയരാഘവൻ ചേലിയ മോഡറേറ്ററായിരുന്നു. ബൈജു മേരിക്കുന്ന്, MM സജീന്ദ്രൻ, അനിൽകുമാർ തിരുവോത്ത് എന്നിവർ സംസാരിച്ചു. അറിയിപ്പുകൾ. VHSC കൃഷി ഐച്ഛിക വിഷയമായി പഠിച്ചവരെ ഫീൽഡ് എക്സിക്യൂട്ടീവുമാരായി ആവശ്യമുണ്ട്. ഇരുചക്ര ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447177058 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ഒക്ടോബർ 21 നൃത്താർച്ചനയും ഒരുക്കുന്നു. 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള ശാസ്ത്രീയ നൃത്തം അഭ്യസിച്ചവർക്ക് നൃത്താർച്ചനയിൽ നിബന്ധനകൾക്ക് വിധേയമായി പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9447160622 9847307433. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ തിരക്ക്. ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് സാമൂതിരി രാജവംശത്തോട് നാം കടപ്പെട്ടിരിക്കുന്നതായി A. പ്രദീപ് കുമാർ MLA. മലയാള സിനിമ നാടക ലോകത്തിന് അവിസ്മരണീയ കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച അനശ്വര നടൻ തിലകന്റെ 3ാം ചരമവാർഷികം കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only television across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.